ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു എജുഫിക്സ് അക്കാദമി. ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് ഇഗ്നോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും എങ്ങനെയാണ് നമുക്ക് എഴുതേണ്ട അസൈൻമെന്റ്സ് ഡൗൺലോഡ് ചെയ്യേണ്ടതും അതിൻ്റെ വാലിഡിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളതാണ് കാണിച്ചു തരാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഇഗ്നോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യാം. നിങ്ങൾ ഇഗ്നോ എന്ന് എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലിങ്ക് വരും. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇഗ്നോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഇതൊരു ഇഗ്നോയുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള പുതിയ വെബ്സൈറ്റ് ആണ്. മുന്നേ ഇതുപോലെ ആയിരുന്നില്ല വെബ്സൈറ്റ് ഉണ്ടായിരുന്നത്, അത് മറ്റൊരു ഇന്റർഫേസ് ആയിരുന്നു. ഇവിടെ നമുക്ക് സ്റ്റുഡൻറ് സർവീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇവിടെ ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ്സിൽ നമ്മൾ മൂന്നാമത്തെ ഓപ്ഷൻ ന്യൂ കറന്റ് അസൈൻമെന്റ് പോർട്ടൽ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുതിയ നിങ്ങളുടെ അസൈൻമെന്റ്സ് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. സപ്പോസ് നിങ്ങളൊരു MCOM സ്റ്റുഡൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ MCO1 എന്നടിച്ചു കഴിഞ്ഞാൽ MCOM OL ഓൺലൈൻ സ്റ്റുഡൻസിനും MCOM ODL സ്റ്റുഡൻസിനുള്ള അസൈൻമെന്റ് ഇവിടെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അത് നമ്മൾ ജസ്റ്റ് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അത് നമ്മൾ ഓപ്പൺ ചെയ്യുക. ഇതിൽ വന്നിട്ടുണ്ട് MCOM ഫസ്റ്റ് സെമസ്റ്റർ, മാസ്റ്റർ ഓഫ് കോമേഴ്സ് MCOM ഫസ്റ്റ് സെമസ്റ്റർ അസൈൻമെന്റ് 2025. ഇത് ഫോർ ജനുവരി 2025 ആൻഡ് ജൂലൈ 2024 ഈ രണ്ട് സെഷനിൽ അഡ്മിഷൻ എടുത്തവർക്കാണ് ഇതിന് എഴുതാൻ പറ്റുന്നത്. ഇവരുടെ വാലിഡിറ്റി ഇതാ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ജനുവരി 2025 അഡ്മിഷൻ എടുത്തവർക്ക് ഈ വർഷം 2025 ഡിസംബർ വരെ ഇതിന് വാലിഡിറ്റി ഉണ്ട്. ജൂലൈ 2025 ഇനി വരുന്ന ഈ സെഷനിൽ, അടുത്ത മാസത്തിലുള്ള ഈ സെഷനിലാണ് അഡ്മിഷൻ എടുക്കുന്നവര്, അവർക്ക് ഈ ഒരു 2026 ജൂൺ വരെ ഈ അസൈൻമെന്റ് എഴുതാനുള്ള വാലിഡിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ അസൈൻമെന്റ് ഇതുപോലെ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അതിന്റെ വാലിഡിറ്റി ഉണ്ടോ എന്നതിന് നോക്കിയതിന് ശേഷം മാത്രമേ അസൈൻമെന്റ് എഴുതി നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.